ഹലോ, ആ അതെ, സലാഹാണ്. ആരാണ്? ആ, തിരുവനന്തപുരം പോയോ? എന്നിട്ട് എന്താ പറഞ്ഞത്? ഒരു ലക്ഷം? 1,00,000 രൂപയോ? എപ്പോ കൊടുക്കണോ? ഈ ആഴ്ച തന്നെ കൊടുക്കണോ? അല്ലാതെ ആ, ഈ ആഴ്ച തന്നെ കൊടുക്കണം അല്ലേ? ആ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ ഓക്കെ എന്നാ. ആരാ ആരാ വിളിച്ച? നാട്ടിൽ എന്താ പ്രത്യേകിച്ച്? അനിയൻ്റെ അല്ല അല്ല സലാഹേ, ഏതർജന്റെ കാര്യം നീ പറഞ്ഞത്? അനിയനുണ്ടല്ലോ, സുബേർ. ആ സുബൈർ, അവനിപ്പോ എൻട്രൻസ് കിട്ടിയിരുന്നു. ആ, അതെ അതെ അതെ. എന്താ അവര് പറഞ്ഞത്? അവനിപ്പോൾ തിരുവനന്തപുരത്ത് സീറ്റ് ശരിയായിട്ടുണ്ട്. പക്ഷേ അവിടെ പിന്നെ 1,00,000 റുപ്പീസ് വേണം. അപ്പോൾ 1,00,000 റുപ്യ എത്രയും പെട്ടെന്ന് വേണം. അതാണ്. ഇപ്പൊ അവരോട് ഉള്ളത് ഒരു തിരുവനന്തപുരത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ തന്നെ പറ്റുമെങ്കിൽ നാളെ മറ്റന്നാളെ തന്നെ അയച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ എനിക്ക് ഇവിടുന്ന് എവിടെന്നെങ്കിലും ലോണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കമ്പനി നിന്നാണെങ്കിൽ വീട് പണിയായിട്ട് ബന്ധപ്പെട്ട് ലോൺ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. അപ്പോൾ കമ്പനിയിൽ നിന്ന് എവിടെ ജലീൽ ഖാനോടോ ആരോടെങ്കിലും ഒന്ന് 1,00,000 റുപ്യക്ക് ചോദിച്ചു ടിക്കറ്റ്. ആ, പോവല്ല. 1,00,000 റുപ്യ. सलाह वाह. സലാം. ഞാൻ സാറേ വരിക, അകത്തിരിക്കാം. വരൂ, ഇരിക്ക്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പറയൂ. ആ, സുഖം തന്നെ. പിന്നെ ജലീൽ ഖാൻ ഞങ്ങളോടൊരു വിഷയം പറയാനാണ് വന്നത്. പിന്നെ എൻ്റെ അനിയൻ്റെ ഉപരിപഠനമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് പൈസ എനിക്ക് പെട്ടെന്ന് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 10,000 റിയാലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾ തരികയാണെങ്കിൽ ഒരു 4 മാസം നിങ്ങൾക്ക് എന്താ കുടിക്കാൻ വേണ്ടത്? ചായയോ കാപ്പിയോ വെള്ളോ? ഒരു ഗ്ലാസ് വെള്ളം മതി. വെള്ളം മതി. ഷബീറേ, ഒരു ഗ്ലാസ് വെള്ളം എടുത്തവനെ. എന്താ ഒരു പ്രത്യേകിച്ചൊരു ആവശ്യം വന്ന സ്ഥലത്ത് പറഞ്ഞല്ലോ. പിന്നെ ഈ വെള്ളം കൊടുക്കും. അനിയൻ്റെ വെള്ളം കുടിക്കും. അനിയൻ്റെ ഉപരിപഠനമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ എനിക്ക് ഞാനാണിപ്പോൾ കുറച്ച് ടൈറ്റിലാണ്. കമ്പനിയിൽ നിന്നാണ് ഓൾറെഡി ലോണിൽ എടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ സാമ്പത്തികപരമായിട്ട് വലിയ പ്രയാസത്തിലാണല്ലോ മോനെ. എനിക്ക് തന്നെ ഇപ്പോൾ ഒരു ആവശ്യം വന്നപ്പോൾ ഞാൻ തന്നെ തക്കാഫിൽ കമ്മിറ്റിയിൽ നിന്ന് ലോൺ എടുത്തതാണ്. അതുപോലെ എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിൽ ഒരു കാണുന്നവർക്ക് മനസ്സിലാക്കുന്നത് എനിക്ക് എൻ്റെ സാമ്പത്തികപരമായിട്ട് വലിയ കഴിവുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ്. നിനക്കും ഇതുപോലെ എന്തെങ്കിലും പിന്നെ കമ്മിറ്റിയിൽ നിന്നോ ലോൺ എടുക്കാനുള്ള ശ്രമം നടത്തിക്കൂടെ? ഞാൻ ഇപ്പോൾ ഒറ്റത്തടിയായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ മറ്റാളോടൊന്നും ചോദിക്കാറുമില്ല, ഒന്നും സഹായിക്കും കൊടുക്കാറൊന്നുമില്ല. അപ്പോൾ എനിക്ക് അറിയുന്ന ഒരാളെന്ന നിലക്ക് നിങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ എന്തെങ്കിലും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത്, ഒറ്റത്തടി പാടില്ല, സാമൂഹ്യപരമായിട്ട് ജീവിക്കണം. മഹലിലാകുമ്പോൾ കൂടുതൽ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകണം. അതുകൊണ്ടാണ് ഇത്തരം സഹായങ്ങളൊക്കെ കിട്ടുന്നത്, ഞങ്ങൾക്ക് ലോണും കാര്യങ്ങളും ഉണ്ടാകുന്നത്. അതല്ലാതെ വരുമ്പോൾ നമ്മൾ പലിശക്ക് വല്ലതും മാർഗത്തിലേക്ക് പോകേണ്ടി വരും ആളുകൾ. അപ്പം പ്രയാസം ഉണ്ടാവും. വേണമെങ്കിൽ നിർബന്ധമാണെങ്കിൽ പേഴ്സണലായിട്ട് ഞങ്ങളെ ഒരു 500 റിയാൽ സഹായിക്കാം. അതിലപ്പുറം നമുക്ക് പറ്റില്ല സഹായിക്കാം തന്നെ. ഓക്കെ, ഞാൻ വരട്ടെ. എനിക്ക് കോള് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ നേരത്തെ ഒരു വെയിറ്റ് ചെയ്യുന്ന. ഓക്കെ, എന്നെ കാത്തിരിക്കുന്നു. ഞാൻ പോവാം കേട്ടോ. അപ്പം പിന്നെ പറഞ്ഞ പോലെ വേണ്ടതല്ലോ. ഇൻഷാ അല്ലാ. ഓക്കെ. ഹലോ, ഇതാ ഞാൻ എത്തിപ്പോയി. ഇപ്പം വരും. ഇപ്പം എത്തിക്കോളാം. ഓൺ ദ വേലാ കേട്ടോ. ഓക്കെ. എന്നാൽ പിന്നെ ജലീൽ ഖാൻ ബുദ്ധിമുട്ടണമെന്നില്ല. ഓക്കെ, വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. എന്നാൽ ഓക്കെ, എന്നാൽ പിന്നെ ഇൻഷാ അല്ലാ നമുക്ക് പിന്നെ കാണാം.
ഞാൻ റൂം പോയി ഭക്ഷണം കഴിച്ചിട്ട് വരാം. അല്ല മജീദ്, ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, ഒന്ന് ഇറങ്ങിയിട്ട് പോവാം. ഇല്ല, നിങ്ങൾ പാർക്കിംഗ് കിട്ടുമോ നോക്കി, പാർക്കിംഗ്. ഹലോ, ആയിക്കേ. വാലേക്കും അസ്സലാം. എന്തൊക്കെയാ? ആ, എപ്പോ? ഇന്നലെ? അല്ല, ഉമ്മക്ക് എന്താ പെട്ടെന്ന് അസുഖമായത്? ഏത് ഹോസ്പിറ്റലിലേക്കാ? ഓക്കെ, പൈസക്ക് വല്ല ആവശ്യമുണ്ടോ? എത്ര വേണം? എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഒന്നുമില്ല, പക്ഷേ പറ്റുമെങ്കിൽ എനിക്ക് ഞാൻ തക്കാഫുല്ലൊരു ലോൺ എടുക്കാൻ പറ്റും മിക്കവാറും. കാരണം 3 വർഷമായിട്ട് ഞാൻ അതിൽ പൈസ അടച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് മിക്കവാറും പെട്ടെന്ന് കിട്ടാനും ചാൻസ് ഉണ്ട്. നാളെ തന്നെ എനിക്ക് അയക്കാനും പറ്റും അങ്ങനെയാണെങ്കിൽ. ഓക്കെ ഓക്കെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉടനെ വിളിക്കണേ. ഹലോ, ആ വിളിക്കണേ, ഏതായാലും വിളിക്കണേ. ഓക്കെ, സലാം. നാജി ആരായിരുന്നു? നാട്ടിൽ നിന്നായിരുന്നോ? എൻ്റെ കാക്ക വിളിച്ച് മജിദ് ഖാൻ. എൻ്റെ ഉമ്മക്ക് തീരെ സുഖമില്ലാതെ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നുണ്ട്. എന്ത് പറ്റി? പിന്നെ അതല്ല, എനിക്ക് പെട്ടെന്ന് പൈസ വേണ്ടായിരുന്നു കുറച്ച്. ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് തക്കാഫില് അപ്ലൈ ഉണ്ടല്ലോ, എനിക്ക് അപ്ലൈ ചെയ്ത് കിട്ടൂലേ? ഞാൻ കിട്ടും, നാളെ തന്നെ അയച്ചു കൊടുക്കാൻ പറഞ്ഞില്ലേ. നാജി ഇതുവരെ ലോണൊന്നും എടുത്തിട്ടില്ലല്ലോ. മാത്രമല്ല ഇതുവരെ ഞാൻ അപ്ലൈ ചെയ്തില്ല. അത് എനിക്ക് കിട്ടും. 3 വർഷം കംപ്ലീറ്റ് നീ അടച്ചത് കൊണ്ട് അതെ, നിനക്ക് ലോൺ കിട്ടും. നാളെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുക. ഓക്കെ, അപ്പം തന്നെ ആയിക്കോട്ടെ. നിങ്ങൾക്ക് പെട്ടെന്ന് ഒന്നും ശരിയായില്ലടാ. ഒരുപാട് ആൾക്കാരോട് ചോദിച്ചു, ജലീൽ ഖാൻ്റെ അടുത്തും പോയി നോക്കി. പൈസ വേണം കുറച്ച്. ഇവിടെ ഞാൻ പറഞ്ഞിരുന്നില്ല അതിൻ്റെ അഡ്മിഷൻ കിട്ടിയിട്ടില്ല. ഞാനങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ ആരും സഹായിച്ചില്ല. നിങ്ങളൊക്കെ അന്നേ പറഞ്ഞിട്ടില്ലേ, നീ തക്കാഫിലിന്റെ അന്ന് നാജിദിന് കിട്ടിയല്ലോ. അതൊക്കെ ഇവിടെ നിനക്കിപ്പോ എന്താ സഹായിക്കാൻ പറ്റും? എന്റെ കയ്യിൽ ഇപ്പൊ ഒന്നുമില്ല, എനിക്കറിയില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം തന്നെ ഇപ്പൊ ലോൺ എടുത്തിട്ടാണ് വീട്ടിലേക്ക് അയച്ചത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തന്നെ ആകെ ചെറിയ നിന്റെ അത്ര വരുമാനവും ഇല്ല. കടയൊക്കെ സഹായിക്കാൻ പറ്റില്ല എന്നല്ലേ? അല്ല, ഇനിയൊരു മാർഗ്ഗമുണ്ട്. ആ വരണം. ആ ഇരിക്കി. ആ എന്താ വേണ്ടത്? ഒന്നുമില്ല, എനിക്കൊരു 16 റിയാൽ വേണം. ഇപ്പം തന്നെ പറ്റുമെങ്കിൽ ഇപ്പം തന്നെ. ആ എങ്ങനെയാ നിങ്ങളെ ഡിമാൻഡ്സ് എങ്ങനെയാണ്? കാശൊക്കെ തരാം, പക്ഷേ ആയിരത്തിന് 100 റിയാൽ വെച്ച് കൃത്യം മാസത്തിൽ എൻ്റെ കയ്യിലെത്തിക്കണം. പിന്നെ കാശ് വേണമെങ്കിൽ പാസ്പോർട്ട് ആദ്യം എൻ്റെ തരണം. 1000-ന് 100 റിയാൽ വെച്ച് കൃത്യം മാസത്തിൽ എൻ്റെ കയ്യിലെത്തിക്കണം. ആ എന്നാ തിരിച്ചു തരാൻ പറ്റുന്നത്? അപ്പോൾ ഒരു പണി, നാളെ തന്നെ പാസ്പോർട്ടോട്ട് വന്നു, പൈസ റെഡിയാ. ആ എന്നാ പിന്നെ ഓക്കെ, നാളെ കാണാം. ഹലോ, ആ റെഡി വന്നോ, നോ പ്രോബ്ലം, വന്നോ.